ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അറബിക് കാലിഗ്രാഫി എഴുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ ടൂൾസ് ഞാൻ കാണിക്കാം. ഇതാണ് ബാംബു പെന്ന്. ബാംബു കലം വെച്ചിട്ടാണ് നമ്മൾ അറബിക് കാലിഗ്രാഫി എഴുതാൻ പോകുന്നത്. ഈ ചെറിയതാണ് നമ്മൾ ഹർക്കത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിടുന്ന കലം. അതേപോലെ ബാംബു പെന്ന് വെച്ചിട്ടാട്ടോ നമ്മൾ അറബിക് കാലിഗ്രാഫി പഠിക്കുന്നത്. അപ്പോൾ ഇതിമൊക്കെ ഒരുപാട് മഷീൻ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന പെന്നായതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത്. പുതിയ പെന്ന് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതാണ് അറബിക് കാലിഗ്രാഫി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഇങ്ക് എന്ന് പറയുന്നത്. ഇങ്ക് ഇതിന് ഏകദേശം ഒരു 75 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അടുത്തതായിട്ടുള്ളതാണ് ലിക്ക എന്ന് പറയുന്നത്. ഈ ലിക്ക നമ്മൾ ഒരു കുപ്പിയിലേക്ക് ചുരുട്ടി അതിലേക്ക് നമ്മൾ ഇങ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാംബു പെന്നയിൽ കുത്തിയിട്ടാണ് നമ്മൾ ഹർക്കത്തുകളും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അറബിക് ലെറ്ററിലെ ഫസ്റ്റിൽ അലിഫ് എന്നുള്ളതാണ്. അലിഫ് എന്നുള്ള ലെറ്ററാണ്. അപ്പോൾ ഞാനിപ്പോൾ എഴുതുന്നതാണ് നുക്ത എന്ന് പറയുന്നത്. നമ്മൾ നുക്ത ഇട്ടിട്ടാണ് അലിഫ് എഴുതുന്നത്. ഇതുപോലെ 7 നുക്ത നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ അലിഫ് ലെറ്റർ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 7 നുക്ത ഇട്ട് അതിൻ്റെ അപ്പുറത്തിലൂടെ സ്കെയിൽ വെച്ചിട്ടൊരു ലൈന് വരച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലത്തെ നുക്തൻ്റെ അടിയിലും മുകളിലത്തെ നുക്തയുടെ മുകളിലും ഇതുപോലെ സ്കെയിൽ വെച്ച് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലുള്ള ലൈനിൻ്റെ മുകളിൽ ഞാൻ ഒരു നുക്ത കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ലൈന് വരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 7 നുക്ത വരച്ചു. പിന്നെ ലൈന് വെച്ച് അതിൻ്റെ അപ്പുറത്ത് ഒരു നുക്ത ഇട്ടിട്ട് ലൈന് വെച്ച്. ഇനി ഈ ലൈനിൻ്റെ അപ്പുറത്തായിട്ട് ഒരു വരയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ലൈനും കൂടി വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അലിഫ് എഴുതാൻ പോകണം. അലിഫ് എഴുതാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കലം ചെരിച്ചിട്ട് നമ്മളാണ് അലിഫ് എഴുതാൻ പോകുന്നത്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കലം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്കിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ കലം കൊണ്ട് വരയ്ക്കാൻ. അപ്പോൾ ഇതേപോലെ ഈ നുക്തിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ലൈന് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ നുക്ത വരെ വരുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ ചിരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. അവിടെ നിർത്തിയതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ കലം ഉപയോഗിച്ച് ചിരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അലിഫ് എഴുതുന്നത്. 7 നുക്ത വെച്ചതിന് ശേഷം 7 നുക്തയാണ് കേട്ടോ അതിൻ്റെ നീളം എന്ന് പറയുന്നത്. അലിഫിൻ്റെ നീളം എന്ന് പറയുന്നത് 7 നുക്ത എന്നതാണ്. നമ്മൾ 6ാമത്തെ നുക്ത വരെ വരച്ചതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ട് ചെരിച്ച് കൊണ്ടുവരണം. ഇത് കലം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചെരിച്ചെടുക്കുക. ഇനി നമുക്ക് അലിഫ് എന്ന ലെറ്ററിൽ താജ് കൊടുക്കാനുണ്ട്. നമ്മളതിന് താജ് കൊടുക്കുകയെന്ന് വെച്ചാൽ അലിഫ് എന്ന ലെറ്ററിൽ നമ്മൾ മുകളിൽ ജസ്റ്റ് ഒരു താജ് കൊടുക്കാനുണ്ട്. അതേപോലെ തന്നെ കലം വെച്ച് ഒരു ഫോൺ വന്നപ്പോൾ കട്ടായി പോയതാട്ടോ. വീഡിയോ ജസ്റ്റ് മിസ്സായതാണ്. അപ്പോൾ ഞാൻ അടുത്തിയിൽ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇതേപോലെ അടിയിൽ ജസ്റ്റ് ഇതുപോലെ നമ്മൾ ഇത് കൊടുത്ത് ഒരു നുക്തൻ്റെ പോലെ വരച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ ചെരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ചെരിച്ച് നമ്മൾ കൊണ്ടുവന്ന സൈഡ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ അലിഫിന് താജായി. അപ്പോൾ ഇതാണ് അലിഫ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാ എന്ന അക്ഷരവുമായിട്ട് വരാം. അതുവരേക്കും ബായ്.